സഹാബത്തിൽ ചിലർ പറഞ്ഞത് കാണാം, ഞാൻ ഇതുപോലെ ഞാൻ ഖേദിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. എന്തിൽ? ഒരു ദിവസം അങ്ങ് കഴിഞ്ഞുപോയി. നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. എന്റെ ആയുസ്സിൽ ഒരു ഭാഗം കടന്നുപോയി, എന്നാൽ എന്റെ അമലിൽ ഒന്നും വർദ്ധിച്ചില്ല, ഒന്നും കൂടിയില്ല. ഇതുപോലെ എനിക്ക് നഷ്ടബോധം തോന്നുന്ന വേറെ ഒരു കാര്യവുമില്ല. എന്ത് നഷ്ടപ്പെട്ടാലും ഇതുപോലെ എനിക്ക് തോന്നാറില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര തവണ നമ്മൾ ഇത് ചിന്തിച്ചിട്ടുണ്ട്. അതാലോചിക്കണം. അതാലോചിക്കുന്നത് ഖൈറിന്റെ അടയാളമാണ്. ചിന്തിക്കുകയെങ്കിലും ചെയ്യുക, കാരണമെങ്കിലും തിരുത്താൻ സാധിക്കുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയയിൽ പറഞ്ഞത് കാണാം, അല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ ലതഖത്തഅത് അസഫൻ മിനൽ ഹിർമാൻ ലകിന്നഹ സക്റാ ബിഹുബ്ബി ഹയാതിഹ അദ്ദുനിയ വസൗഫ തുഫീഖു ബഅദ സമാൻ. അല്ലാഹുവാണ് ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ, ഹൃദയങ്ങൾ അത് രോഗം ബാധിക്കാത്ത നല്ല ഹൃദയമാണ് എങ്കിൽ ലതഖത്തഅത്, അത് പൊട്ടിത്തകർന്നു പോയേനെ, അസഫൻ സങ്കടം കൊണ്ട്, മിനൽ ഹിർമാനി, ഏത് കാര്യത്തിലുള്ള സങ്കടമാണ്? ഹിർമാൻ. എന്താണ് ഹിർമാൻ? നന്മകൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കാതെ പോവുക, അള്ളാഹു കൈവിടുക. അതാലോചിച്ച് ഹൃദയം പൊട്ടിത്തകർന്നു പോകുമായിരുന്നു. ഹൃദയം നേരായ ഹൃദയമായിരുന്നുവെങ്കിൽ ലകിന്നഹ സക്റാ ബിഹുബ്ബി ഹയാതിഹ അദ്ദുനിയ സൗഫ തുഫീഖു ബഅദ സമാൻ. പക്ഷേ അത് ദുനിയാവിനോടുള്ള പ്രേമം കാരണത്താൽ ലഹരി ബാധിച്ചിരിക്കുകയാണ്. സൗഫ തുഫീഖു ബഅദ സമാൻ, ഒരു കാലം കഴിഞ്ഞാൽ അതിന് ബോധം വരും. സൗഫ തുഫീഖു, അഫാഖ എന്ന് പറഞ്ഞാൽ സ്വബോധമില്ലാതായി പോയതിൽ നിന്ന് ബോധത്തിലേക്ക് വരിക. ഒരു കാലം കഴിഞ്ഞാൽ അതിന് ബോധം വന്നേക്കും. പക്ഷെ ചിലപ്പോൾ ആ സമയത്ത് ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല.